Good morning, students. Once again, welcome back to chemistry class. In the last few sessions, we have seen different atom models, namely Thomson's model, Rutherford model, Bohr atom model, and quantum mechanical model, and then quantum numbers. Today, we will look at the shape of different atomic orbitals. As you know, the atom is made up of so many subatomic particles, but among them, electrons are very important because electrons characterize an atom. And the arrangement of electrons in an atom is very important because it dictates how an atom interacts with other atoms. But the exact position or location of electron, we don't know the exact position or location of electrons inside an atom as suggested by Heisenberg principle. But we can find a region around the nucleus where there is high probability of finding the electron. That region is known as orbital. In 1927, German physicist Erwin Schrödinger put forward a mathematical representation for this orbital as wave function psi x. Again, using this wave function psi x, we can find out the probability density psi square. That means psi square represents the probability of finding the electron at a given point x. That means ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആറ്റത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഒരു ആറ്റം മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യേണ്ടത്, ദാറ്റ് മീൻസ് റിയാക്ഷൻസ് നടക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കൊരു ഇലക്ട്രോണിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ പ്രിസൈസ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബിലിറ്റി ബേസ്ഡ് കൺസെപ്റ്റ്, ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ മാക്സിമം പ്രോബിലിറ്റി ഉള്ള ഒരു റീജിയൻ മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു റീജിയനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഒരു ഓർബിറ്റലിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എർവിൻ ഷ്രോഡിംഗർ കാൽക്കുലേറ്റ് ചെയ്തു, psi x. ദെൻ ഈ വേവ് ഫംഗ്ഷൻ psi x-ൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ probability density എന്ന് പറയുന്നത്. That means the probability of finding the electron at a point x. That means x എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് ഈ psi സ്ക്വയർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഈ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ മാക്സിമം പ്രോബബിലിറ്റി ഉള്ള റീജിയൻ എന്നൊരു കൺസെപ്റ്റാണ് ഓർബിറ്റൽ നമുക്ക് തരുന്നത്. ആക്ച്വലി ഓർബിറ്റൽ എന്ന വാക്ക് റിയലി കൺഫ്യൂസിങ് ആണ്. ബിക്കോസ് പലപ്പോഴും നമ്മൾ ഓർബിറ്റ് എന്ന് വളരെ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ഈ ഓർബിറ്റ് എന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് ബോസ് ആറ്റം മോഡലിന് ഡിറൈവ് ചെയ്തതാണ്. അക്കോർഡിംഗ് ടു ബോസ് ആറ്റം മോഡൽ, ഇലക്ട്രോൺസ് ഓർബിറ്റ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് പാത്ത്. ബട്ട് ആ ഓർബിറ്റ് എന്ന കൺസെപ്റ്റിൽ നിന്നും വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു രീതിയിലാണ് ഓർബിറ്റൽ എന്ന് വന്നത്. അത് പ്രോബിലിറ്റി ബേസ്ഡ് ആണ്. അപ്പോൾ ഈ പ്രോബിലിറ്റി ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ മാക്സിമം പ്രോബിലിറ്റി ഉള്ള ഒരു റീജിയൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ മുഴുവൻ സമയം ഇലക്ട്രോൺ അവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 90% ഓഫ് ദ ടൈം ഇലക്ട്രോൺ അവിടെ സ്പെൻഡ് ചെയ്യുന്നു മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഹൈ പ്രോബിലിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഗെയിൻ ഈ ഓർബിറ്റലിനെ നമുക്കൊരു 3 ഡയമെൻഷണൽ സ്പേസിൽ ബേസ്ഡ് ഓൺ ദ 3 കോർഡിനേറ്റ് ആക്സിസിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു ആറ്റത്തിനുള്ള ഒരുപാട് ഓർബിറ്റൽസ് ഉണ്ട്. നമുക്കവയെ സൈസ്, ഷേപ്പ്, ഓറിയൻറ്റേഷൻ എന്ന് വെച്ചിട്ട് നമുക്ക് അവയെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓർബിറ്റലിനെ വളരെ സിമ്പിളായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കുന്ന സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ നമ്പേഴ്സിനെയാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ക്വാണ്ടം നമ്പേഴ്സ് 4 വിധം ഉണ്ടായിരുന്നു, അല്ലേ? ഏതൊക്കെയായിരുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. പക്ഷേ ആദ്യത്തെ 3 ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്
അത് മെയിൻ ഷെല്ലിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ എൻ. എൻ ക്യാൻ ഹാവ് വാല്യൂ 1, 2, 3. അപ്പോൾ ഒരു ആറ്റത്തിനുള്ളിൽ പല എനർജി ലെവൽസ് ഉണ്ട്. ഈ എനർജി ലെവൽസാണ് മെയിൻ ഷെൽ എന്ന് പറയുന്നത്. ഓരോ ഷെല്ലിനും ഓരോ എനർജിയാണ്, അതുകൊണ്ടാണ് അവരെ എനർജി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ പല വാല്യൂസ് ഉണ്ട്, റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എൻ ആണ്. ദെൻ രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ എൽ. റെപ്രസെൻറ്റ് ബൈ ദ ലെറ്റർ എൽ. ഈ എല്ലിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂവിനെ ആശ്രയിച്ചിരിക്കും. ദറ്റ് മീൻസ് എൽ ക്യാൻ ഹാവ് വാല്യൂ 0 to n-1 എന്നാണ്. അഗെയിൻ നമുക്കറിയാം എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിന് എസ്, 1 ആണെങ്കിൽ പി, 2 ഡി, 3 ആണെങ്കിൽ എഫ്. അങ്ങനെയാണ് നമ്മളതിനെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡെനോട്ട് ചെയ്യുന്നത്. ഇത് ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ് ആക്ച്വലി നമുക്ക് ഒരു ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ കുറിച്ച് ഐഡിയ തരുന്നത്. അപ്പോൾ എൽ വാല്യൂ 0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റലാണ്, അതിൻ്റെ പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. ദെൻ എൽ വാല്യൂ 1 ആണെങ്കിൽ പി ഓർബിറ്റലാണ്. അതുപോലെ ഓരോ എൽ വാല്യൂവിനനുസരിച്ച് നമുക്ക് ഓർബിറ്റലിൻ്റെ ഷേപ്പ് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ ക്വാണ്ടം നമ്പറാണ് ക്ലിയർ ആയിട്ട് നമുക്ക് ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ കുറിച്ചൊരു ഐഡിയ തരുന്നത്. അഗെയിൻ മൂന്നാമത്തെ ക്വാണ്ടം നമ്പറിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അഗെയിൻ represented by the letter ml. The value of ml depends on the value of L. It can have values -L to +L. That means L value 0 ആണെങ്കിൽ അതിന് ml value 0 ആയിരിക്കും അല്ലേ, നമ്മൾ പഠിച്ചതാ. L value 1 ആണെങ്കിലോ ml values എന്ന് പറയുന്നത് -1, 0, +1 ആയിരിക്കും. അതുപോലെ L value 2 ആണെങ്കിൽ ml value -2, -1, 0, +1, +2 ഇങ്ങനെ 5 values ഉണ്ടാവും. That represent the orientation of electron cloud in a particular direction. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഓർബിറ്റലിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഓർബിറ്റലിൻ്റെ ഒരു നൊട്ടേഷൻ എങ്ങനെ നമുക്ക് നൊട്ടേഷൻ കൊടുക്കാം? അതിനകത്തൊരു നമ്പറും കാണും, ഒരു ലെറ്ററും കാണും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇതാ 1s എന്ന് പറയുന്നതിനകത്തൊരു നമ്പറും ഉണ്ട്, ഒരു ലെറ്ററും ഉണ്ട്. ആ നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഐഡൻറ്റിഫൈസ് ദ മെയിൻ എനർജി ലെവൽ. ദെൻ ലെറ്റർ ഉണ്ട്, അതാണ് സബ്ഷെല്ലാണ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് നമുക്ക് തരുന്നു. ദെൻ അടുത്തൊരു ഓർബിറ്റൽ നൊട്ടേഷൻ 2s എന്ന് പറയുന്നത്, അതിലും എന്തുണ്ട്? ഒരു നമ്പറും ഉണ്ട്, ലെറ്ററും ഉണ്ട്. ആ നമ്പർ ഡെനോട്ട് ചെയ്യുന്നത് മെയിൻ എനർജി ലെവൽസ് ആണ്. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് എനർജി ലെവലിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ദെൻ ഷേപ്പ് എന്താണ്? എസ് ഓർബിറ്റലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു നമ്പറും ഒരു ലെറ്ററും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഓർബിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ ക്വാണ്ടം നമ്പർ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, വൺസ് അഗെയിൻ വി ക്യാൻ ലുക്ക് ബാക്ക് ഇൻ ടു ദ വേവ് ഫംഗ്ഷൻ psi(x). നമുക്ക് ഈ വേവ് ഫംഗ്ഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് r ആയിട്ട് ഗ്രാഫ് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്ലോട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ഓർബിറ്റലിൻ്റെയും പ്ലോട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ദിസ് എ പ്ലോട്ട് ഓഫ് psi എഗെയിൻസ്റ്റ് r. അപ്പോൾ സൈനെ നമ്മൾ ആറിൻ്റെ ഫംഗ്ഷനായിട്ട് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇൻ ദിസ് ഗ്രാഫ് ഇറ്റ്സ് എ ഗ്രാഫ് ഓഫ് 1s, ദ പ്ലോട്ട് ഓഫ് psi r എഗെയിൻസ്റ്റ് r. Psi r is plotted as a function of r. Here the origin ആണ് 0, അത് ന്യൂക്ലിയസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ is maximum at the nucleus, then it sharply decreases in the case of 1s orbital. This is the plot of psi r against star in the case of 2s orbital. In the beginning it sharply decreases, then it again reaches a maximum. This is the plot of psi r as a function of r in the case of 2s orbital. Okay, then ഈ വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ ആയ psi സ്ക്വയർ ആണ് നമുക്ക് പ്രോബിലിറ്റി ഡെൻസിറ്റി തരുന്നത്. വാട്ട് ഈസ് പ്രോബിലിറ്റി ഡെൻസിറ്റി? ഇറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ അറ്റ് എ പോയിന്റ് എക്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ഈ 1s ഓർബിറ്റലിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി അതേപോലെ ഫംഗ്ഷൻ ഓഫ് r ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക
is maximum at the nucleus, then sharply decreases. 1s orbital. Okay, it is maximum at the nucleus, then sharply decreases. That means വളരെ ഇത്രയും സ്ഥലത്ത് മാത്രമേ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാനായിട്ട് സാധ്യതയുള്ളൂ. Again, 2s orbitalന്റെ കേസ് ആണെങ്കിൽ see, maximum at the nucleus, then sharply decreases. Again it touches this x-axis. That means ഇവിടെ പ്രോബിലിറ്റി എത്രയാണ്? 0 ആണ്. Again it reaches a maximum, then sharply decreases. ഇങ്ങനെയാണ് 2s ഓർബിറ്റലിൻ്റെ സൈസ് സ്ക്വയർ അഗെയിൻസ്റ്റ് ആർ ഗ്രാഫ് ഷേപ്പ് വരിക. ഇവിടെ അതായത് സീറോയിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് വരെ മാക്സിമം ആണ് ഈ പ്രോബിലിറ്റി. ഇത്രയും റേഡിയസിൽ മാത്രമേ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാനുള്ള സാധ്യത നമുക്കിവിടെ കാണുന്നുള്ളൂ. ഓക്കെ, 2sനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സ്ഥലത്ത് 1s ആണ്. എഗെയിൻ ഇവിടുന്ന് ഇത്രയും സ്ഥലത്താണ് നമുക്ക് 2s ഓർബിറ്റലിനെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, ഇനി വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഏത് എസ് ഓർബിറ്റിൽ എടുത്താലും അതിൻ്റെ എൽ വാല്യൂ 0 ആണ്. അതൊരു പെർട്ടിക്കുലർ ഓറിയൻറ്റേഷൻ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ജനറലി ഞാൻ പറഞ്ഞു ഓർബിറ്റലിനെ നമുക്കൊരു 3 ഡയമെൻഷണൽ സ്പേസ് ആയിട്ട് പിക്ചറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ തന്നെ പെർട്ടിക്കുലർ ഡയറക്ഷനിൽ, പെർട്ടിക്കുലർ ഓറിയൻറ്റേഷനിലാണ് ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടായിരിക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എസ് ഓർബിറ്റൽ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ഇവിടെ ഇല്ല. ദിസ് ഓറിയൻറ്റേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ആണ് ml. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് എസ് ഓർബിറ്റൽ എൽ വാല്യൂ 0 ആയതുകൊണ്ട് ml വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ഓറിയൻറ്റേഷൻ ഇല്ല, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലല്ല ഇലക്ട്രോൺ ക്ലൗഡ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ദറ്റ് മീൻസ് ഇറ്റ് ഈസ് സെയിം ഇൻ ഓൾ ദ ഡയറക്ഷൻ. അപ്പം നമ്മൾ ഇവിടെ ന്യൂക്ലിയസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് 1s ഓർബിറ്റലാണെങ്കിൽ ഇത് ന്യൂക്ലിയസ് ആണ്. നമ്മൾ ഈ ആറിനെ നമ്മൾ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ നമ്മൾ വരച്ചു. അപ്പോൾ ഇവിടെ ഇത്രയാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഉള്ളത് അല്ലേ. നമ്മൾ ഇതിനെ ഈ എക്സാക്സിസ് നമ്മൾ ഇങ്ങനെ വരച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതാ പ്രോബിലിറ്റി ഡെൻസിറ്റി നമ്മൾ ഇവിടെ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ വരച്ചു എന്ന് കരുതുക, പ്രോബിലിറ്റി ഡെൻസിറ്റി ഇവിടെ ആയിരിക്കും. അപ്പോൾ ഏത് ഡയറക്ഷനിൽ വരച്ചാലും ഇത്രയും റീജിയനിൽ അവിടെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഈ പ്രോബിലിറ്റി ഡെൻസിറ്റിക്ക് ഒരു വാല്യൂ കിട്ടുന്നിടത്തെല്ലാം നമ്മൾ ഓരോ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചാർജ് ക്ലൗഡ് പോലെ നമുക്ക് കിട്ടും, ചാർജുകളുടെ ഒരു ക്ലൗഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡെൻസിറ്റി ഡയഗ്രാം എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെ പ്രോബിലിറ്റി ഡെൻസിറ്റിക്ക് നോൺ സീറോ വാല്യൂ കിട്ടുന്ന എല്ലായിടത്തും, മാക്സിമം പ്രോബിലിറ്റി ഉള്ള എല്ലായിടത്തെയും ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ പരിഗണിച്ചുകൊണ്ട് ഒരു ഡോട്ടുകളായിട്ട് വരച്ചാൽ 1s ഓർബിറ്റലിന് ഇതുപോലെ ഒരു ചാർജ് ക്ലൗഡാണ് കിട്ടുക. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ഫിയർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അത് സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണ്. ഇറ്റ്സ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ഒരു പെർട്ടിക്കുലർ എക്സ് ഡയറക്ഷന് മാത്രമല്ല, ഇത് ഇങ്ങനെ വരച്ചാലും ന്യൂക്ലിയസിൽ നിന്ന് ഒരു നിശ്ചിത ദൂരെ എല്ലാ ഡയറക്ഷനിലും ഇലക്ട്രോണിനെ കണ്ടുമുട്ടാനുള്ള സാധ്യത ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് സ്ഫെറിക്കലി സിമെട്രിക്കൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ സ്ഫെറിക്കലി സിമെട്രിക് എന്ന് മനസ്സിലായെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞു ml വാല്യൂ 0 ആണ് ആർക്ക്? എസ് ഓർബിറ്റലിന്. ബിക്കോസ് എൽ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ അതിനെ എസ് ഓർബിറ്റൽ എന്ന് വിളിക്കുക. അതിൻ്റെ വാല്യൂ തീർച്ചയായും ml വാല്യൂ 0 ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ അതിന് ഓറിയൻറ്റേഷൻ ഇല്ല. സോ നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഗ്രാഫ് വരയ്ക്കുമ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത്രയും സ്ഥലത്താണ്, കാരണം ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത് 0 ടച്ച് ചെയ്തു അല്ലേ, എക്സാക്സിനെ ടച്ച് ചെയ്തു. അപ്പോൾ ഇത്രയും ഇതിലാണ് പ്രോബിലിറ്റി കാണാനുള്ള സാധ്യത. നമുക്ക് ഈ ആക്സിസിനെ പല ഡയറക്ഷനിൽ വരച്ചാൽ അതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ഫിയർ ആണ് കിട്ടുക. ദാറ്റ്സ് വൈ ദ എസ് ഓർബിറ്റൽ ഈസ് spherically symmetrical. The probability of finding the electron is same in all direction. Okay, അവിടെ ഒരു ഓറിയൻറ്റേഷന് പ്രാധാന്യമില്ല. Then what about in the case of 2s orbital? Okay, അപ്പോൾ ഈ 1s ഓർബിറ്റൽ നമ്മൾ കണ്ടു, മാക്സിമം ഒരു റീജിയൻ നമ്മൾ ഇവിടെ ഇത്ര ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം നമുക്ക് മനസ്സിലായി ഇത്രയും സ്ഥലത്താണ് നമ്മൾ 1s ഓർബിറ്റലിൻ്റെ സ്ഫിയർ വരച്ചത്. അതിനുശേഷം നമുക്ക് മനസ്സിലായി ഈ പ്രോബിലിറ്റി ഡെൻസിറ്റി എന്ത് വന്നു? 0 വന്നു. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? അത് വീണ്ടും മാക്സിമത്തിലോട്ട് എത്തിയത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ?
1s ഓർബിറ്റലിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റീജിയൻ ഉണ്ട് അതിന് ചുറ്റുമായിട്ട്, where the probability of finding the electron is 0. That plane is known as nodal plane. ഓക്കെ, അല്ലെങ്കിൽ സിംപ്ലി നമുക്കതിനെ നോട്ട്സ് എന്ന് വിളിക്കാം. അതിനുശേഷമാണ് ആ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ആ നോഡൽ പ്ലെയിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും നമുക്ക് പ്രോബിലിറ്റി 2s ഓർബിറ്റലിന്റെ പ്രോബിലിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ എസ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോൾ പോലെ ഒന്ന് സങ്കല്പിക്കുക, ചെറിയൊരു സ്ഫിയർ. ഓക്കെ, അതിന് ചുറ്റിലുമായിട്ട് എന്താണ്? പ്രോബിലിറ്റി 0 ആയിട്ടുള്ള ഒരു സ്ഫിയർ ആയിട്ടുള്ള റീജിയൻ. അതിന് മുകളിലാണ് 1s ഓർബിറ്റലിനേക്കാളും ഇത്രയും കൂടി വലിയൊരു സ്ഫിയർ ആയിട്ടാണ് 2s ഓർബിറ്റലിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. പല സ്ഫിയേഴ്സുകളാണ്, ഒരു വലിയ സ്ഫിയറിൻ്റെ ഉള്ളിൽ ചെറിയ സ്ഫിയർ. അങ്ങനെയാണ് നമുക്ക് ഈ എസ് ഓർബിറ്റലിനെ കുറിച്ചുള്ളൊരു ഷേപ്പിനെ കുറിച്ചുള്ളൊരു ഐഡിയ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സി, ഇതാണ് 1s ഓർബിറ്റൽ. അതിനെ ചുറ്റി എന്ത് ചെയ്യുന്നു? നോഡൽ പ്ലെയിൻ ആണ്, അതൊരു സ്ഫെറിക്കൽ ഷേപ്പാണ്. അതിനെ കവർ ചെയ്തുകൊണ്ടാണ് 2s ഓർബിറ്റലിന്റെ സ്ഫിയർ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവുന്നത് 1s ഓർബിറ്റൽ 2s ഓർബിറ്റൽ അല്ലേ, അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മാറി, കൂടി ഇല്ലേ, n വാല്യൂ കൂടിയില്ലേ. ഇൻ ദ കേസ് ഓഫ് 1s ഓർബിറ്റൽ n is equal to 1. In the case of 2s orbital n is equal to 2. I have already told you that the principal quantum number represent the energy levels. So, the electron in the 1s orbital is in the first energy level. That means it is very close to the nucleus. So, its energy is very, very low. അപ്പോൾ 1s orbital is the lowest energy ഉള്ള ഓർബിറ്റലാണ്. Then, 2s എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ കുറച്ചും കൂടെ അകലെയാണ്. ഓക്കെ, സെക്കൻഡ് എനർജി ലെവലിലാണ്, കുറച്ചും കൂടെ സൈസ് കൂടുതലാണ്. അപ്പോൾ രണ്ടിൻ്റെ ഷേപ്പ് സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണെങ്കിലും as the value of principal quantum number increases, that means as the value of n increases, the size of the s orbital increases. Okay, അപ്പോൾ എസ് ഓർബിറ്റലിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇതാണ്. ഇറ്റ് ഈസ് സ്ഫെറിക്കലി സിമെട്രിക്കൽ. ഓക്കെ, 3 ഡയമെൻഷനിൽ പറയുമ്പോൾ ഒരു സ്ഫിയർ ആയിട്ട് നമുക്ക് അതിനെ പറയാൻ സാധിക്കും. 2 ഡയമെൻഷനിൽ നമ്മൾ സർക്കിൾ പോലെ നമുക്ക് തോന്നും. 3 ഡയമെൻഷനിൽ സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണ്. ആസ് ദ വാല്യൂ ഓഫ് n increases, as the size of s orbital increases, so the 2s orbital is larger than 1s orbital. Again, നമ്മളിവിടെ ഈ 1s ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഫിയർ വരച്ചു. ഇവിടെയാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി മാക്സിമം ആവുന്നത്. അതിൻ്റെ അർത്ഥം ഇലക്ട്രോൺ മോസ്റ്റ് ഓഫ് ദിസ് ടൈം അവിടെ ആണെന്നല്ല. 90% ഓഫ് ദ ടൈം ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു റീജിയൻ മാത്രമാണിത്. ഓക്കെ, എഗെയിൻ അതിന് ചുറ്റുമായിട്ട് നമ്മൾ കണ്ടു 0 പ്രോബിലിറ്റി ഉള്ള ഒരു സ്ഫിയർ നമ്മൾ വരച്ചു. അതിനെ നോഡ്സ് എന്ന് വിളിച്ചു. എഗെയിൻ അതിൻ്റെ ചുറ്റിലുമായിട്ടാണ് വീണ്ടും 2s ഓർബിറ്റലിൻ്റെ സ്ഫിയർ ഉള്ളത്. എഗെയിൻ അപ്പോൾ എന്താണ് ഈ നോഡ് എന്ന് പറഞ്ഞാൽ 0 പ്രോബിലിറ്റിയാണ്. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ ഒരു ചെറിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു എസ് ഓർബിറ്റലിൻ്റെ സ്ഫിയർ വരച്ചിട്ട് ഒരു 100% എന്നിവിടെ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് പ്രോബിലിറ്റിയുടെ പ്രാധാന്യം. ഓക്കെ, ദെൻ ഈ 1s ഓർബിറ്റലിൽ ഒരു ഫസ്റ്റ് ഷെല്ലാണ് നമ്മൾ, ഫസ്റ്റ് എനർജി ലോവസ്റ്റ് എനർജി ലെവലാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആറ്റത്തിൽ 2 ഇലക്ട്രോണിനാണ് നമ്മൾ ഒരു ഓർബിറ്റലിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 2 ഇലക്ട്രോണിനെയാണ്. സപ്പോസ് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണെന്ന് കരുതുക, ഹീലിയം. അതിലാകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. എവിടെയായിരിക്കും ഏത് ഓർബിറ്റലിലായിരിക്കും അത് ഇലക്ട്രോൺസ് ഉണ്ടാവുക? 1s അല്ലേ, ഒന്നാമത്തെ എനർജി ലെവലിലാണ്, ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവലിലാണ്. ദെൻ മൂന്നാമത് അറ്റോമിക് നമ്പർ 3 ആണെങ്കിൽ ദ തേർഡ് ഇലക്ട്രോൺ ഗോസ് ടു സെക്കൻഡ് എനർജി ലെവൽ 2s ഓർബിറ്റൽ. അങ്ങനെ എനർജി ലെവലിനനുസരിച്ചാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. ഇപ്പം നിങ്ങൾ 3rd ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിളൊക്കെ പഠിക്കുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ എനർജി ലെവൽസുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇതൊക്കെ നമുക്ക് അവിടെ ആവശ്യമുള്ളതാണ്. ഓക്കെ, നൗ ലെറ്റ് us look at the shape of other orbitals. First we can see the shape of P orbital. In the case of P orbital, L value is 1. L value is 1. So, it can have 3 ml values, -1, 0, +1. That means 3 orientations are there.
ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു നമ്മൾ 3 കോർഡിനേറ്റ് ആക്സിസിൽ കൂടെയാണ് ഓറിയൻറ്റേഷൻ പറയുന്നത് XYZ. അപ്പോൾ പി ഓർബിറ്റലിനെ സംബന്ധിച്ച് L=1 ആയതുകൊണ്ട് ഈ 3 ഓറിയൻറ്റേഷനാണ് പോസിബിൾ. അപ്പോൾ പി ഓർബിറ്റൽ ആയതുകൊണ്ട് ഈ 3 ഓറിയൻറ്റേഷൻ നമ്മൾ 3 ആക്സിസിൽ കൂടി പറയുമ്പോൾ PX, PY, PZ അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ പി സബ്ഷെല്ലിൽ പി സബ്ഷെല്ലിൽ 3 ഓറിയൻറ്റേഷൻ ആണുള്ളത്. ദേ ആർ designated as PX, PY, PZ. They can be represented like this. ഈ പി ഓർബിറ്റലിനെ സംബന്ധിച്ച് ഡംബൽ ഷേപ്പാണ്. 2 ലോബ്സ് ഉണ്ട്. ഈ 2 ലോബ്സും കൂടെ മീറ്റ് ചെയ്യുന്ന സെൻറ്റർ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ദെൻ ഈ 2 ലോബ്സും കൂടെ മീറ്റ് ചെയ്യുന്ന നടുവിലായിട്ട് ഒരു നോഡൽ പ്ലെയിൻ ഉണ്ട്. വെർ ദർ ഈസ് 0 പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ. ഓക്കെ, ഈ 3 ഓർബിറ്റലിനെ PX, PY, PZനെ നമ്മൾ 3 ആക്സിസ് വഴിയാന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇത് Z ആക്സിസ് ആണെങ്കിൽ ഇത് Y ആക്സിസ് ആണ്. ദെൻ ഒരു ആക്സിസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു, 3rd ആക്സിസ്. ഇത് 3ഉം ഇന്ന് തന്നെ Y എടുക്കണം നിർബന്ധമൊന്നുമില്ല. ഏത് ആക്സിസും നമുക്ക് PX എന്നോ PY എന്നോ PZ എന്നൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹിയർ ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് X ആക്സിസിനെയാണ്. ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ദെൻ YZ പ്ലെയിൻ ഇവിടെയുണ്ട്. ഈ YZ പ്ലെയിനിലാണ് നമ്മുടെ നോഡൽ പ്ലെയിൻ ഉള്ളത്. എന്നാൽ നിങ്ങൾക്കറിയാം S ഓർബിറ്റലിനെ സംബന്ധിച്ച് ഇത് ഈ നോഡ് എന്ന് പറയുന്നത് ഒരു സ്ഫിയറാണ്. നോഡൽ സർഫസ് എന്ന് അതിനെ പറയാം. ഓക്കെ, അതിന് സ്ഫെറിക്കൽ ഷേപ്പാണ്. എന്നാൽ ഇവിടെ ഈ കേസിൽ ഇത് ഒരു പ്ലെയിൻ, നോഡൽ പ്ലെയിൻ എന്നാ പറയാം, ഒരു പ്ലെയിനിലാണ്. കാരണം ഈ X ഓർബിറ്റൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും 2 ലോബ്സ് ഇങ്ങനെയാണ്. 2 പി ഓർബിറ്റലിൻ്റെ 2 ഡംബൽസ് നിൽക്കുന്നതെന്ന് കരുതുക. അതിൻ്റെ ഇടയിൽ ഇത് X ആക്സിസ് ആണെന്ന് കരുതുക. നേരെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു നോഡൽ പ്ലെയിൻ ഇവിടെയുണ്ട്. അത് എക്സിലാണ്. PX ഓർബിറ്റലിൻ്റെ കേസിൽ ഈ ഓർബിറ്റൽ ഈസ് ഓറിയൻറ്റഡ് അലോങ് ദ X ആക്സിസ് ആണ്. അപ്പോൾ ഈ നോഡൽ പ്ലെയിൻ ഉണ്ടാവുക YZ പ്ലെയിനിലാണ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് പി ഓർബിറ്റൽ ദ ഓർബിറ്റൽ ഈസ് ഓറിയൻറ്റഡ് അലോങ് ദ Y ആക്സിസ്. ഹിയർ ദ ഓർബിറ്റൽ ഈസ് ഓറിയൻറ്റഡ് അലോങ് ദ Y ആക്സിസ്. അപ്പോൾ നോഡൽ പ്ലെയിൻ ഉണ്ടാവുക XZ പ്ലെയിനിലാണ് ആ പ്ലെയിൻ ഉണ്ടാവുക. ഓക്കെ, in the case of Z orbital, the orbital is oriented along the Z axis. Then nodal plane ഉണ്ടാവുക XY പ്ലെയിനിലാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് 3 പി ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നോഡ്സിൽ തന്നെ പി ഓർബിറ്റലും S ഓർബിറ്റലും തമ്മിൽ പ്രധാന വ്യത്യാസം ഞാൻ പറഞ്ഞു. S ഓർബിറ്റലിനെ സംബന്ധിച്ച് ഈ നോഡ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പിലാണ്. ഓക്കെ, നോഡൽ സ്ഫിയർ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. ഓക്കെ, ഇതിൻ്റെ കേസിൽ നോഡൽ പ്ലെയിൻ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് വന്നത്? ദറ്റ് മീൻസ് ടോട്ടൽ നമ്പർ, ഒരു ഗിവൺ ആറ്റത്തിൽ എത്ര നോഡ്സ് ഉണ്ടെന്നുള്ള ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് n-1, where n is the principal quantum number. Again, nodes can be 2 type, radial nodes and angular nodes. Okay, radial nodes, number of radial nodes കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n-l-1 ആണ്. Then ആംഗുലാർ നോട്ട്സ് കണ്ടുപിടിക്കുന്ന L വാല്യൂ ആണ്. സി, ഇൻ ദ കേസ് ഓഫ് S ഓർബിറ്റൽ ദർ ഈസ് ആംഗുലാർ വേരിയേഷൻ ഒന്നുമില്ല. അവിടെ ഓറിയൻറ്റേഷൻ, ഡിഫറെൻ്റ് ആംഗിളിലുള്ള ഓറിയൻറ്റേഷൻ ഒന്നുമില്ല. അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? റേഡിയൽ നോട്ട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം S ഓർബിറ്റൽ നമുക്കറിയാം L=0 ആണെന്ന് നമുക്കറിയാം അല്ലേ? എന്നാലല്ലേ S ഓർബിറ്റൽ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ എന്ത് കിട്ടും? n-1 തന്നെ കിട്ടും. ഇക്വേഷൻ n-l-1 ആണെങ്കിലും ഇൻ ദ കേസ് ഓഫ് S ഓർബിറ്റൽ L=0 ആയതുകൊണ്ട് ആ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സിൻ്റെ ഇക്വേഷൻ തന്നെയായിരിക്കും റേഡിയൽ നോട്ട്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ദെൻ അവിടെ എന്തില്ല? ആംഗുലാർ നോട്ട്സ് ഇല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് പി ഓർബിറ്റൽ L=1 ആയതുകൊണ്ട് ഇത് 2p ഓർബിറ്റലിനെ സംബന്ധിച്ച് L വാല്യൂ ഈസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ ഇവിടെ 1 നോഡാണ് ഉണ്ടാവുക. അപ്പോൾ ഏത് പി ഓർബിറ്റൽ എടുത്താലും അതിൻ്റെ ആംഗുലാർ നോഡ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ 2p പോലെ നമുക്ക് വേറെ എഴുതാം. 2p കഴിഞ്ഞിട്ട് 3p ഉണ്ട്, 4p ഉണ്ട്. ഏത് p എടുത്താലും അവിടെ L വാല്യൂ 1 ആയതുകൊണ്ട് ഒരു ആംഗുലാർ നോഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബട്ട് ആസ് ദ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻക്രീസസ്, ദ സൈസ് ഓഫ് ദ പി ഓർബിറ്റൽ ഇൻക്രീസസ്. ഓക്കെ, size of the p orbital increases, energy of the p orbital also increases. Okay.
Then now we can see the shape of d orbitals. In the case of d orbital, the L value is 2. So there are 5 ml values are there. That means -2, -1, 0, +1, +2. It means 5 orientations ഉണ്ട്. It means 5 orbitals ഉണ്ട്. Then these orbital can be designated as dxy, dyz, dxz, dx square minus y square and dz square. നിങ്ങൾക്ക് ഓർക്കാൻ വളരെ എളുപ്പത്തിൽ രണ്ട് ആക്സിസിൻ്റെ ബേസിസ് നമ്മൾ പേരിട്ടിരിക്കുന്നത് xy, yz, xz, then x square minus y square and z square. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നത് നോക്കാം. dxy ഓർബിറ്റൽ ആണെങ്കിൽ നമ്മൾ xy രണ്ട് ആക്സിസ് വരയ്ക്കുക. അതിനെ ബേസ് ചെയ്ത് രണ്ട് ഡംബൽസ് ആണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡബിൾ ഡംബൽ ഷേപ്പ് എന്നൊക്കെ പറയാം. ദെൻ ഒരു ക്ലവർ ലീഫ് ആ ഷേപ്പിലാണ് ആക്ച്വലി ഇതുള്ളത്. എഗെയിൻ എൽ വാല്യൂ 2 ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു റേഡിയൽ നോഡിൻ്റെ കൂടെ അവിടെ എന്തുണ്ട്, ആംഗുലാർ നോഡ്സും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് ഇസ് ഈക്വൽ ടു എൽ ആണല്ലോ. ഹിയർ ദ ആംഗുലാർ ക്വാണ്ടം നമ്പർ 2 ആയതുകൊണ്ട് അവിടെ രണ്ട് ആംഗുലാർ നോഡ്സ് ഉണ്ട്. ഓക്കെ, രണ്ട് നോഡൽ പ്ലെയിൻ ഉണ്ട്. ഒന്ന് ആ സെൻട്രിൽ കൂടെ ഉള്ളൊരു പ്ലെയിനും ഒന്ന് സെഡ് ആക്സിസ് ഉള്ളൊരു പ്ലെയിനുമാണ്. അങ്ങനെ രണ്ട് നോഡൽ പ്ലെയിനാണ് ഈ ഡി എക്സ് വൈ ഓർബിറ്റലിനുള്ളത്. അതുപോലെ തന്നെ ഡി എക്സെറ്റ്, അപ്പം നമ്മൾ രണ്ട് ആക്സിസ് നമ്മൾ വരച്ചു, എക്സും സെഡും ആണ് വരച്ചത്. ദെൻ ഈ 4 ലോബ്സ് വരുന്നത് ഇൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് സെഡ് ആക്സിസ്. ഓക്കെ, ദെൻ ഹിയർ ഓൾസോ 2 nodal planes are there. Again dyz, then yz axis varakia, then 4 lobes in between the yz axis. Here also there are 2 nodal plane. Again dx square minus y square, here the lobes are along the axis. That means x square minus y square ayadondu nammal xy axis varachu. Then ഒരു ഡംബൽ along the x axis, then രണ്ടാമത്തെ ഡംബൽ along the y axis. Okay, then this shape of this 4 d orbitals are same. Okay, again, but in the case of dz square, one lob is dumbbell is along the z axis, then there is a definite at the center. Okay, around the nucleus. ഇങ്ങനെയാണ് dz square ഷേപ്പ്. അപ്പോൾ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതിൽ റേഡിയൽ നോഡ് കൂടാതെ ആംഗുലാർ നോഡുണ്ട്. ആംഗുലാർ നോഡ് ഡി ഓർബിറ്റലിനെ സംബന്ധിച്ച് 2 ആയിരിക്കും. അഗെയിൻ ഈവൻ ദോ ഈ 5 ഓർബിറ്റലിൻ്റെയും ഷേപ്പ് നമ്മൾ 4 സെയിം ആണ്, 5ാമത്തെ ഡിഫറെൻ്റ് ആണ്. ഷേപ്പ് ഡിഫറെൻ്റ് ആണെങ്കിലും ഓൾ ഓഫ് ദം ഹാവ് സെയിം എനർജി. ഓക്കെ, ഓൾ ഓഫ് ദം ഹാവ് സെയിം എനർജി. So these orbitals are known as degenerate orbitals. Okay, അതിൻ്റെ ആക്സിസ് ഒക്കെ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും അതിൻ്റെ എനർജി സെയിം ആണ്. പി ഓർബിറ്റലിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. പിയുടെ കേസിൽ പി എക്സ്, പി വൈ, പി സെഡ് ആ 3 ആക്സിസിൽ കൂടെയാണ് പി ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്യുന്നതെങ്കിലും ഓൾ ഓഫ് ദം ഹാവ് 2പിയിലെ 2pxനും 2pyക്കും 2pzനും സെയിം സൈസാണ്, അതുപോലെ തന്നെ സെയിം എനർജിയാണ്. ഓൺലി ഡിഫറൻസ് ഈസ് ദ ഓറിയൻറ്റേഷൻ. ഓക്കെ, അപ്പം ഈ 3 നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് പി ഡി ഓർബിറ്റൽസിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ് പഠിച്ചത്. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണിത്. ഷേപ്പ് വരയ്ക്കാൻ ചോദിക്കും. അതുപോലെ തന്നെ ഈ ക്വാണ്ടം നമ്പേഴ്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും ഈ ഭാഗത്തുനിന്ന് വരാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന്, പ്രധാനമായി നമ്മൾ പഠിച്ചത് ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റലാണ്. ദറ്റ് ഈസ് സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണ്. ഓക്കെ, ദെൻ എസ് ഓർബിറ്റലിന് ആകെ റേഡിയൽ നോഡ് മാത്രമേ ഉള്ളൂ, ആംഗുലാർ നോഡ്സ് ഇല്ല. ബിക്കോസ് ദർ ഇസ് ആംഗുലാർ വേരിയേഷൻസ് ഇല്ല. ദറ്റ് സ്ഫെറിക്കലി സിമെട്രിക്കൽ ഇൻ ഓൾ ഡയറക്ഷൻ. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് പി ഓർബിറ്റൽ നമ്മൾ പഠിച്ചു. പി ഓർബിറ്റൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡംബൽ ഷേപ്പാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. പി എക്സിനെ നമ്മൾ പി എക്സ് ഓർബിറ്റൽ, ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ പി എക്സ് ഓർബിറ്റൽ ഇങ്ങനെയാണ്. ദെൻ ഇത് 2പിയുടെ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ 3p എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഒന്നും കൂടെ വലിയ സൈസിൽ നമുക്ക് 3p വരയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ 2pയുടെയും 3pയുടെയും ഇടയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു നോഡൽ സർഫസ് ഉണ്ട്, അതാണ് അതിൻ്റെ റേഡിയൽ നോഡ്. ബട്ട് അതേസമയം എന്തുണ്ട്, അതിന് ഒരു ആംഗുലാർ നോഡും ഉണ്ട്, ബിക്കോസ് എൽ വാല്യൂ 1 ആയതുകൊണ്ട്.
ഡി ഓർബിറ്റലിൻ്റെ കേസിൽ അതുപോലെ തന്നെ 5 ഡി ഓർബിറ്റൽസ് ആണുള്ളത്. പേര് നമ്മൾ കണ്ടു. ദെൻ ഈ 5 ഡി ഓർബിറ്റലിനും റേഡിയൽ നോഡും ഉണ്ട്, ആംഗുലാർ നോഡും ഉണ്ട്. ഓക്കെ, ആംഗുലാർ നോഡ് എപ്പോഴും ഡി ഓർബിറ്റലിനെ സംബന്ധിച്ച് 2 ആയിരിക്കും. ആ 2 പ്ലെയിൻ നമ്മൾ കണ്ടു. ഇനി ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറഞ്ഞ് എപ്പോഴും n-1 ആയിരിക്കും. ദെൻ ദാറ്റ് ഇസ് സം ഓഫ് ദ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ആൻഡ് ആംഗുലാർ നോഡ്സ്. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പം 2 ക്യാൻസൽ ചെയ്ത് പോയി ടോട്ടൽ എന്ത് കിട്ടും? n-1 തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓർബിറ്റൽസിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വരുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.